കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ യൂണിറ്ററി ഗ്രൂപ്പിനെ കുറിച്ചും അതിൻ്റെ അകത്തുള്ള ഓരോ എലമെൻസിൻ്റെ ഓർഡറും അതുപോലെ തന്നെ യൂണിറ്ററി ഗ്രൂപ്പിൻ്റെ ഓർഡറും അങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യു ഓഫ് എൻ എന്ന് പറയുന്ന ഒരു യൂണിറ്ററി ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യു ഓഫ് എൻ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ ഓഫ് എന്നിലായിരിക്കും. അതായത് അവിടുത്തെ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എൻ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Z10നെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ Z10ലുള്ള ഈ Z10ൻ്റെ ഓർഡറും അതുപോലെ തന്നെ Z10ലുള്ള ഓരോ എലമെൻറ്റിൻ്റെ ഓർഡറും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Z10 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് Z10 അഡീഷൻ മോഡുലോ ഓഫ് 10ലായിരിക്കും. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് Z10 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനെ ജനറലായിട്ട് എങ്ങനെ പറയാം, Zn അണ്ടർ അഡീഷൻ മോഡുലോ n എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ ഓപ്പറേറ്റർ എങ്ങനെയാണ് രണ്ട് എലമെൻറ്റുകൾക്കിടയിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു അഡീഷൻ മോഡുലോ എന്നും വർക്ക് ചെയ്യുന്നത്. അതായത് രണ്ട് എലമെൻറ്റുകൾ നമ്മൾ Znൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഒന്ന് എയും മറ്റേത് ബിയും. ഇത് തമ്മിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ സ്റ്റാർ ആണ് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ നടത്തുന്നത് എങ്കിൽ ഇവിടുത്തെ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ, അഡീഷൻ മോഡുലോ ഓഫ് n ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എ അഡീഷൻ മോഡുലോ n ബി എന്ന് വരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് സംഖ്യ ആഡ് ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് ബി ഇങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ n വരുന്നതുകൊണ്ട്, അതായത് അഡീഷൻ മോഡുലോ n വരുന്നതുകൊണ്ട് റിമൈൻഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് ബി ചെയ്തതിന് ശേഷം ആ ഒരു കിട്ടിയിരിക്കുന്ന ആൻസറിനെ നമ്മൾ n വെച്ച് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ ആൻസർ അല്ല എടുക്കുക, പകരം ഇതിൻ്റെ റിമൈൻഡറാണ് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാൽക്കുലേറ്റർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു റിമൈൻഡർ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ട്രിക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു Z10ൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ പൊതുവെ ഈ ഒരു n എടുക്കുകയാണെങ്കിൽ അതിൽ എന്നിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ n തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഇവിടെ Z10ൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 തന്നെയാണ്. അപ്പോൾ പൊതുവെ Znലുള്ള എലമെൻറ്റ്സ് ഈ ഒരു വിധത്തിലാണ് എഴുതാറുള്ളത്. Znലുള്ള എലമെൻറ്റ്സ് നമുക്ക് 1, 2 ഈ ഒരു വിധത്തിൽ പോയി കഴിഞ്ഞാൽ അവസാനം n-1 വരെയാണ് പോവുക. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ Z10ലുള്ള എലമെൻറ്റ് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ 1 എന്നല്ല 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയാണ് പോവുക. അതായത് 0 തൊട്ട് 9 വരെ പോകും. അതായത് 10ൽ നിന്ന് ഒന്ന് കുറവ്. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് n എടുക്കുമ്പം n-1 ആണ് അവസാനത്തെ ടേം, 10 എടുക്കുമ്പം 10-1 ആണ് അവസാനത്തെ ടേം. അതായത് 10-1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ആണ്, അതുകൊണ്ട് അതാണ് ലാസ്റ്റ് ടേം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 10 എണ്ണം ഉണ്ടാകും. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതായത് ഇതിൻ്റെ അകത്ത് 10 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ എണ്ണമായിരിക്കും. അതുകൊണ്ട് തന്നെ Z10ൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം 10 ആണ്. അതായത് Zn ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും, n ആയിരിക്കും. Z10 ആകുമ്പം 10 ആയിരിക്കും ഓർഡർ. ഈ ഒരു വിധത്തിൽ ഗ്രൂപ്പിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാം. ഇനി ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെ ഓർഡർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമുക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് 5 എന്നുള്ളൊരു എലമെൻറ്റ് എടുക്കാം, എന്നിട്ട് അതിൻ്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ 5 എന്നുള്ളൊരു എലമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റ്, അതായത് ഗ്രൂപ്പിൻ്റെ അകത്തുള്ള എലമെൻറ്റ് എ ആയിട്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എയുടെ ഏറ്റവും ലീസ്റ്റ് ഇൻറ്റിജർ പവർ എത്രാമത്തെ, എയുടെ ഏറ്റവും ലീസ്റ്റ് ഇൻറ്റിജർ പവർ എടുക്കുമ്പോഴാണോ നമുക്ക് ഐഡൻറ്റിറ്റി, ഗ്രൂപ്പിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത്, അത്തരത്തിലുള്ള എന്നുകളെയാണ് നമ്മൾ എയുടെ ഓർഡർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് n ആയിട്ട് മാറും. ഇവിടെ നമ്മൾ എടുക്കുന്ന ഓരോ ഇൻറ്റിജർ പവറും അത് നമുക്ക് പൊതുവെ നാച്ചുറൽ നമ്പറായിട്ട് എടുക്കാം. അപ്പോൾ നാച്ചുറൽ നമ്പർ തുടങ്ങുന്നത് 1, 2 ഈ ഒരു വിധത്തിലാണ്. അപ്പോൾ ഇവിടെ 1 നിന്ന് തുടങ്ങുന്നത് കൊണ്ട് തന്നെ 5ൻ്റെ ഫസ്റ്റ് പവർ നമുക്ക് എടുക്കാം. അപ്പോൾ 5ൻ്റെ ഫസ്റ്റ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഡീഷൻ മോഡുലോ ആണ്. അതുകൊണ്ട് 5നെ നമുക്ക് ഈ ഒരു 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. കാരണം Z10ൻ്റെ അകത്താണല്ലോ ഈ ഒരു 5 ഉള്ളത്. അപ്പോൾ 5നെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ റിമൈൻഡറാണ് എഴുതേണ്ടത്. റിമൈൻഡർ 5 തന്നെയാണ് വരിക. ഓക്കെ, അതിനുശേഷം 5 സ്ക്വയർ കാണാം. 5 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റാർ 5 ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അഡീഷൻ മോഡിലോ 10 5 ആണ് വരിക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 5 + 5 ചെയ്യുക, അതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കണ്ടുപിടിക്കുക. അപ്പോൾ 5 + 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 10 ആണ്. ഡിനോമിനേറ്ററിലും 10 ആണ്. ഇതിൻ്റെ റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 0 ആണ് വരിക.
അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഫർദർ നമുക്ക് 5 അതുപോലെ തന്നെ 5⁴ ഒക്കെ കണ്ടുപിടിക്കാം. അതിനും ഇതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് 5 ആണെങ്കിൽ 5⁴ ആണ് നമ്മൾ കാണണമെങ്കിൽ നമുക്ക് 5 സ്റ്റാർ 5 എന്ന് ചെയ്യാം. അതായത് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഡീഷൻ മോഡുലോ 10 ആണ്. അപ്പോൾ 5 അഡീഷൻ മോഡുലോ 10 5 അഡീഷൻ മോഡുലോ 10 5 ഈ ഒരു വിധത്തിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം എല്ലാ 5ഉം കൂടി കൂട്ടിയിട്ട്, അതായത് 5 + 5 + 5 അത് 15 അല്ലേ. അപ്പോൾ ആ ഒരു 15നെ നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടാലും മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5³ കാണുമ്പം 5നെ 3 തവണയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ സംഭവിക്കുന്നത് അഡീഷൻ മോഡുലോ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ 5³ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിനോട് ഈക്വലാണ്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മളിവിടെ 5നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 ആണ് കിട്ടുക. അതിനെയാണ് നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ റിമൈൻഡർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഉത്തരം ഇവിടെ കിട്ടും. അപ്പോൾ ഈ കാര്യം പറയാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു 5³ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് 5 സ്റ്റാർ 5 തന്നെ ആയിരിക്കും. അതിന് നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതെങ്ങനെ കിട്ടുക, ഈ ന്യൂമറേറ്ററിലുള്ള ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 5ൻ്റെ ക്യൂബ് എടുത്തതിന് തന്നെ ഈക്വലാണ്. പക്ഷേ നമ്മളിവിടെ 5³ എടുക്കുമ്പം മൾട്ടിപ്ലിക്കേഷൻ മോഡുലോയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5³ 5 സ്റ്റാർ 5 തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതെന്ന് മാത്രം ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ 5 × 3 ആണ് ചെയ്തത്, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്യൂബ് എടുക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ക്യൂബ് കണ്ട് അതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കണം. അതായത് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും അഡീഷൻ മോഡുലോ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് മെയിൻ കൺസെപ്റ്റിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമ്മൾ 5ൻ്റെ ഫസ്റ്റ് പവർ എടുത്തപ്പോൾ 5 കിട്ടി, 5ൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ 0 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം അഡീഷൻ മോഡുലോയിലാണെങ്കിൽ, അതായത് അഡീഷൻ മോഡുലോയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പിലുള്ള ഐഡൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ 0 ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ 5 സ്ക്വയർ എടുത്തപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എത്രാമത്തെ ലീസ്റ്റ് ഇൻറ്റിജർ പവർ എടുക്കുമ്പോഴാണോ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത്, അത്തരത്തിലുള്ള ആ ഒരു എലമെൻറ്റിൻ്റെ പവറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓർഡർ ഓഫ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, 2 ആയിട്ടാണ് വരും. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്ന എലമെൻറ്റ്സിന് നമ്മൾ ഓർഡർ കണ്ടുപിടിച്ച പോലെ തന്നെ ഗ്രൂപ്പിലുള്ള മറ്റ് എലമെൻറ്റുകളുടെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റിന് ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ഓർഡർ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ 3 വീഡിയോകളിലായിട്ട് നമ്മൾ മെയിനായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡറും ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിൻ്റെ ഓർഡറും എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോക്കാണ്. അപ്പോൾ ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസിൻ്റെയും പുതിയ അപ്ഡേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.